വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മാറ്റിയ പരീക്ഷകൾ ഇനി ഏത് ദിവസങ്ങളിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ ഡേറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 എക്സാം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് 27, 28 ദിവസങ്ങളിലെ എക്സാം ആയിരുന്നു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയുള്ള എക്സാംസ്, അതായത് 27, 28, 4, 5 ദിവസങ്ങളിലായിരുന്നു ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം നടക്കാനിരിക്കുന്നത്. അപ്പം ഈ ഒരു എക്സാമിൽ നമുക്ക് മാറ്റമുണ്ട്. അതായത് 4, 5 ദിവസത്തെ എക്സാമിനല്ല, അതൊഴികെ 27, 28 ദിവസങ്ങളിലെ എക്സാമിന് മാറ്റമുണ്ട്. പക്ഷെ ആ ഒരു ഡേറ്റ് യൂണിവേഴ്സിറ്റി പിന്നീട് അറിയിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 4, 5 ദിവസങ്ങളിൽ നടക്കുന്ന എക്സാമിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിൽ നിങ്ങൾക്കിപ്പോൾ ഹാൾ ടിക്കറ്റ് ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം ഇനി വരാനിരിക്കുന്ന, അതായത് നാളെയും മറ്റന്നാളെയൊക്കെ ആയിട്ടുള്ള എക്സാമുകൾ, അതായത് 4, 5 ദിവസങ്ങളിലെ എക്സാമുകളുടെ ഹാൾ ടിക്കറ്റിൽ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഹാൾ ടിക്കറ്റ് പുതിയ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ രാവിലെ 10 മണി തൊട്ട് ഏകദേശം 12 മണി വരെയാണ് നമുക്ക് ഈ ഒരു 2 സബ്ജക്റ്റും എക്സാം വരുന്നത്. അതായത് 4, 5 ദിവസത്തെ എക്സാമുകൾ 10 മണി തൊട്ട് 12 മണി വരെയാണ്. ഇപ്പോൾ നോർമലി നമുക്ക് ഈ ഒരു രാവിലെ മോർണിംഗ് ടൈമിൽ തന്നെയാണ് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. നോർമലി നമുക്ക് മോർണിംഗിലാണ് എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. എല്ലാവരും എക്സാം ഒക്കെ കൃത്യമായിട്ട് തന്നെ എഴുതുക. അതുപോലെ തന്നെ ഈ മാറ്റിയ ദിവസങ്ങളിലെ എക്സാം, അതായത് 27, 28 ദിവസങ്ങളിലെ എക്സാം പിന്നീടായിരിക്കും യൂണിവേഴ്സിറ്റി അറിയിക്കുന്നുണ്ടായിരിക്കുക. അതനുസരിച്ച് നോട്ടിഫിക്കേഷനും കാര്യങ്ങളുടെ ഒക്കെ ഞങ്ങളുടെ സൈറ്റിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇൻഫോം ചെയ്യുന്നതാണ്. അതുപോലെ എക്സാമിന് പ്രോപ്പറായിട്ട് പഠിക്കുക. നമുക്കിനിയിപ്പോൾ ഏത് ദിവസങ്ങളിലാണെങ്കിലും എക്സാം വരുവാണെങ്കിൽ കൂടി നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവുക. അപ്പോൾ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്